ഈ വി ഡി സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 2 ഫ്ലെക്സുകൾ വന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഒന്ന് തൊടുപുഴയിലും മറ്റൊന്ന് കണ്ണൂരുമാണ്. ഇതാ മൂന്നാമത്തെ ഫ്ലെക്സ്. വി ഡി സതീശന് വേണ്ടി എറണാകുളത്ത് വീണ്ടും ഫ്ലെക്സ് ബോർഡ്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് കങ്ങരപ്പടിയിൽ ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. ടീം കങ്ങരപ്പടി എന്ന പേരിലാണ് ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇത് ആരെങ്കിലും കണക്ക് കൂട്ടി വി ഡി സതീശന് പണി കൊടുക്കുന്നതാണോ? നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ അതല്ല, വി ഡി സതീശന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഫ്ലെക്സ് ബോർഡ് എഴുതി പണിയെടുക്കുകയാണോ ഇവർ? ഡോക്ടർ അരുൺകുമാർ, ആ കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും എക്സിറ്റ് പോൾ പുറത്തു വന്നതിന് ശേഷം ഫ്ലക്സുകളുടെ എണ്ണം കൂടി എന്ന് പറയേണ്ടി വരും. മാത്രവുമല്ല, ഇനി വോട്ടെണ്ണാൻ 48 മണിക്കൂർ പോലും സമയം ബാക്കിയില്ല. അതിനിടയിൽ ഇത്തരത്തിൽ വ്യാപകമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഫ്ലക്സുകൾ ഉയരുകയാണ്. ഇന്ന് എറണാകുളം ജില്ലയിൽ ഉയർന്നിരിക്കുന്നത് കങ്ങരപ്പടിയിലാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ് പ്രധാനമായും ഫ്ലക്സിൽ പറയുന്നത്. അതായത് വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കം വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിവാദ്യങ്ങളെന്നും ഫ്ലക്സിൽ പറയുന്നുണ്ട്. ടീം കങ്ങരപ്പടി എന്നതാണ് ഫ്ലക്സിൽ പറയുന്ന പേര്. അതാരാണ് വെച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇത് പ്രാദേശിക നേതൃത്വമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരാണോ വെച്ചത് എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. എന്തായാലും ഫ്ലക്സുകൾ ഉയരുകയാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വം ഇതിനെ തള്ളിപ്പറയുന്നുമുണ്ട്. പക്ഷേ നിർബാധം ഫ്ലക്സുകൾ ഓരോ ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഫ്ലെക്സായി എണ്ണിക്കൊണ്ടാണ് കേട്ടോ ഫ്ലെക്സുകൾ വരുന്നത്. വി ഡി സതീശന് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സാണ് ഇത്. വി ഡിക്കുള്ള പണിയാണോ, വി ഡിക്ക് വേണ്ടിയുള്ള പണിയാണോ എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ.